മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഎമ്മുമായി യാതൊരു ധാരണയും ബി.ജെ.പി. ഉണ്ടാക്കിയിട്ടില്ലെന്ന് ബി.ജെ.പി. മാന്നാർ മണ്ഡലം കമ്മിറ്റി. ബി.ജെ.പിയുടെ ജനപ്രതിനിധികൾ മറ്റാർക്കും വോട്ട് നൽകിയിട്ടില്ല. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണമെന്ന് സിപിഎമ്മിനോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നീട് എന്തിനാണ് വോട്ട് നൽകിയതെന്ന് സിപിഎമ്മാണ് വ്യക്തമാക്കേണ്ടതെന്നും മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിപിഎമ്മിന്റെയോ കോൺഗ്രസിന്റെയോ സഹായത്തോടെ ഒരു അധികാര സ്ഥാനവും ബി.ജെ.പിക്ക് വേണ്ട എന്നതിനാലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മത്സരിക്കാതെയിരുന്നത്. സിപിഎമ്മിന്റെയോ കോൺഗ്രസിന്റെയോ സഹായത്തോടെയല്ല ബി.ജെ.പിക്ക് മാന്നാറിലും ചെന്നിത്തലയിലും ബുധനൂരിലും വലിയ മുന്നേറ്റമുണ്ടായിട്ടുള്ളതും. സിപിഎം അംഗങ്ങൾ വോട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ചെയർമാൻ സ്ഥാനം ബി.ജെ.പിക്ക് വേണ്ട. സിപിഎം ബി.ജെ.പി. അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ചെങ്ങന്നൂരിലെ ഒട്ടുമിക്ക പഞ്ചായത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മുമായി ധാരണയുണ്ടാക്കി ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ബുധനൂരിൽ വെറും 2 സീറ്റുള്ള കോൺഗ്രസിന് സിപിഎം സഹായത്തിൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള എല്ലാ പഞ്ചായത്തിലും പരസ്യധാരണ സിപിഎമ്മുമായി ഉണ്ടാക്കിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. അധികാര സ്ഥാനവും ബി.ജെ.പിക്ക് വേണ്ട എന്ന കൃത്യമായ നിലപാടാണ് ഈ മാന്നാറിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്നും ബി.ജെ.പി. വിട്ടുനിന്നിരിക്കുകയാണ്. ഇന്ന് ഈ പത്രസമ്മേളനത്തിലൂടെ ഇന്നിപ്പം രാവിലെ കോൺഗ്രസിന്റെ വലിയ സമരം ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം അവരുടെ ഡി.സി.സി സെക്രട്ടറി അടക്കം ഉള്ള പഞ്ചായത്താണ് മാന്നാർ. ഈ മാന്നാറിൽ സിപിഎം ബി.ജെ.പി. ഡീൽ എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ്സുകാരൻ അലമുറയിടുമ്പോൾ നിങ്ങളുടെ മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള ബുധനൂര്, പാണ്ടനാട്, തിരുവൻമുണ്ടൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ സിപിഎമ്മുമായി ധാരണയുണ്ടാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൈക്കലാക്കിയിരിക്കുകയാണ് യു.ഡി.എഫ്. നേതൃത്വം. കോൺഗ്രസ് നേതൃത്വം സിപിഎം ഒത്താശയോടെ ലഭിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രാജിവെക്കാൻ തയ്യാറാണോ എന്നും മാന്നാറിൽ സമരം നടത്തുന്ന കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നുവെന്നും മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പരസ്പരം പോരടിച്ച് വോട്ട് വാങ്ങിക്കഴിഞ്ഞ ശേഷം ഒരുമിച്ച് നിൽക്കുന്ന ഈ നിലപാട് അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും തയ്യാറാകണം. ചെന്നിത്തലയിലും ബുധനൂരിലും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ സിപിഎമ്മിന്റെ അഴിമതി ഭരണം അവസാനിപ്പിച്ച് ബി.ജെ.പിയാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. ഈ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. സിപിഎമ്മും കോൺഗ്രസും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണത്തിനും ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാവണം. അല്ലാതെ നടത്തുന്ന ഈ പ്രസ്താവനകളെ ജനം പുച്ഛിച്ചു തള്ളുമെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ബി.ജെ.പി. മാന്നാർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ, ബി.ജെ.പി. മാന്നാർ മണ്ഡലം വൈസ് പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറുമായ കലാധരൻ കൈലാസം, മാന്നാർ പഞ്ചായത്ത് ബി.ജെ.പി. ഏരിയ പ്രസിഡന്റുമാരായ സജീഷ് തെക്കേടം, അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.